എല്ലാവർക്കും ബിപ്പി സോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സൺഡേ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഞായറാഴ്ചത്തെ വീഡിയോ ഇപ്പോഴാണോ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പൊരിക്കലും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി താമസിക്കുമെന്ന്. അപ്പം ഞാൻ വീഡിയോ പിടിച്ച് വെക്കും, പിന്നെ അത് പതുക്കെ പതുക്കെ എഡിറ്റൊക്കെ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഞായറാഴ്ച രാവിലെ തന്നെ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. മോന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചതായിരുന്നു, അത് തുളുമ്പിപ്പോയി. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് മൊബൈൽ നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. എന്നാൽ ഞാൻ സിമ്മിൽ വെച്ചില്ല, തെറ്റെൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ. എന്തായാലും ഞാൻ വന്നപ്പോഴേക്കും അത് തിളച്ച് ചാടിപ്പോയി. അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് വേദപാഠത്തിനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ എണീക്കണം. സ്കൂളിൽ പോണ ദിവസങ്ങളിലാണെങ്കിൽ 8:45 ഇവിടെ ബസ് വരുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി. ഞായറാഴ്ചയാണെങ്കിൽ അവർക്ക് 7:30 ആകുമ്പോൾ വേദപാഠം തുടങ്ങും. അതുകൊണ്ട് ഇവിടുന്ന് നേരത്തെ പോകണമല്ലോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി ഉള്ളത്. വേദപാഠ ക്ലാസ്സും ഒക്കെ നടക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ സമയം ആകാറാകുമ്പോഴേക്കും ഒരു 7:25 കഴിയുമ്പോഴേക്കും ഇവിടുന്ന് പോകുള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണ്ടേ പോകാനായിട്ടേ. പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും 11:15 സമയം. മോൻ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊണ്ടുപോകും. മോള് ചില സമയം അവൾക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുപോകും. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കുകയില്ല. അപ്പം തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടായിരിക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാനെന്താ ഈ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലേദിവസം രാത്രിക്കൊക്കെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ ചായ തിളപ്പിക്കുന്ന സമയത്ത് ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഉണങ്ങാൻ വേണ്ടി വെച്ചിരുന്ന ഡപ്പകളൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് വെക്കും. പിന്നെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളുണ്ടല്ലോ, നമ്മുടെ ബേസിനകത്തൊക്കെ കമത്തി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലത്തോടെയൊക്കെ എടുത്ത് വെക്കും. അപ്പം ഞായറാഴ്ച എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവരെ എഴുന്നേൽപ്പിച്ച് കഴിപ്പിച്ച് കുടിപ്പിച്ച് വിടേണ്ട ആ ഒരു തിരക്ക് കാരണം പിന്നെ ഈ പാത്രങ്ങളൊക്കെ അവർ പോയി കഴിയുമ്പോഴായിരിക്കും എടുത്ത് വെക്കുന്നത്. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പള്ളിയിൽ പോണത്. പിള്ളേരുടെ കുർബാന 9:45 അവരുടെ വേദപാഠം 7:30 തുടങ്ങിയിട്ട് പിന്നെ പള്ളിയിൽ കുർബാന 9:45 തുടങ്ങണേ. അപ്പം അതിനായിട്ട് ഞാൻ പോകുന്നത്. അപ്പം ആ കുർബാനയ്ക്ക് പോയിട്ട് പിന്നെ അവരെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു വരാമല്ലോ. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്നത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചെറുപയറും റാഗിയും വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഗ്ലാസ് 150 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചെറുപയറും അതേ അളവിൽ തന്നെ റാഗിയുമാണ് എടുത്തിരുന്നത് കേട്ടോ. നമ്മൾ എന്തുമാത്രമാണോ ചെറുപയർ എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് റാഗിയും എടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുതിർക്കാനായിട്ട് വെക്കണം. നല്ല പോലെ കഴുകിയെടുക്കണം. ഇനിയിപ്പോൾ നേരത്തെ വാങ്ങിച്ച പാടെ കഴുകി വെച്ചിരുന്ന റാഗിക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ റാഗിക്കകത്തൊക്കെ നല്ല പോലെ ചെളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ പ്രാവശ്യം കഴുകി എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇതൊരു 8 മണിക്കൂർ നേരത്തിന് എന്തായാലും കുതിരാനായിട്ട് വെക്കണം കേട്ടോ. എന്നാലും ഇത് ശരിക്കും അങ്ങ് കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഞാൻ തലേദിവസം കിടക്കുന്നതിന് മുമ്പേ കുതിർത്തി വെച്ചിരുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്ക് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. എന്നിട്ടിത് ഇനി പിന്നെ കഴുകണമെന്നൊന്നുമില്ല, കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകും കേട്ടോ. 1-2 പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയിട്ടായിരിക്കും എടുക്കുന്നത്. എന്നിട്ടത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മയം കിട്ടാനായിട്ട്. 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്ത് ഈ റാഗിയുടെ ചെറിയ ചെറിയ തരിതരി പോലെ കിടപ്പുണ്ട്, ഒത്തിരി ഇല്ല, ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ അരഞ്ഞ് കിട്ടണം എന്നുള്ളവർക്ക് അതങ്ങനെ അരച്ചെടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കും. സാധാരണ നമ്മൾ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അരയ്ക്കണ പോലെ അത്രയും പെട്ടെന്നൊന്നും ഇത് നല്ലപോലെ അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനകത്ത് പിന്നെ വേറെ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് ഇതിൽ. ഇനി ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കണം എന്നൊന്നുമില്ല. ഞാനത് ഡയറക്റ്റായിട്ട് ഇതിനെ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇതെന്താ മാവ് കോരി വെച്ചിട്ട് നല്ല കനം കുറച്ച് നല്ല ദോശയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പം ചില ആൾക്കാർ ഇത് പുളിപ്പിക്കാനൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇതൊരു 7-8 മണിക്കൂർ നേരത്തേനൊക്കെ വെക്കുവാണെങ്കിൽ നല്ല പോലെ ഇത് പൊളിച്ച് പൊന്തി കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ഒക്കെ ആക്കി എടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പുളിപ്പിക്കാതെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നല്ല മയമായിട്ട് നല്ല ദോശയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നെയ്യൊക്കെ വേണമെന്നുള്ളവർ ഗീ റോസ്റ്റ് ആയിട്ട് കഴിക്കണം എന്നുള്ളവരൊക്കെ അങ്ങനെ നെയ്യൊക്കെ പുരട്ടിയിട്ടും
കഴിക്കാം, ചുരുട്ടി പിടിച്ച് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ കറി, സാമ്പാറോ ചട്നിയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ കനം കൂട്ടിയാണെങ്കിലും വേണമെങ്കിൽ ദോശ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ദോശ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്നി കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ഷെയർ ചെയ്യാൻ കാരണം ഈ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എൻ്റെ ഒരു 3 കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേന് മൂടി വെക്കുക. അതങ്ങനെ മൂടി വെച്ച് കഴിയുമ്പോഴേക്കും ഈ തക്കാളി സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരും. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടും. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഭയങ്കര ചൂടായിരിക്കില്ല. സ്റ്റവ് ഓഫ് ചെയ്ത പാടെ അതുകൊണ്ട് ആ ചൂടൊന്ന് മാറി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. എന്നിട്ടിത് ഈ ചീനച്ചട്ടിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ തക്കാളിയുടെയും സവോളയുടെയൊക്കെ ഒരു അംശം ഉണ്ടല്ലോ അതൊക്കെ ഇതിനകത്തോട്ട് വീണോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അതും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത തേങ്ങ ഒരു 2 കൈപ്പിടി നിറയെ ഉണ്ടാവും. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പിലയും ഒരു 1/2 ഇഞ്ച് നീളത്തിൽ വരുന്ന ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിക്ക് പകരം പച്ചമുളകോ കാന്താരി മുളകോ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെകക്കനെ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം ഒരു ഇത്തിരി എണ്ണ ചേർത്ത് കൊടുത്തിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പോലെ പൊട്ടിക്കഴിയുമ്പം ഒരു ശകലം സവോള ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ചെറിയുള്ളി ആണെങ്കിലും കുഴപ്പമില്ല അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എന്തുമാത്രം ചാറ് ആവശ്യമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്കവാറും ആൾക്കാർ ചട്നി ഉണ്ടാക്കുമ്പോൾ നല്ല കുറുകിയിരിക്കും. അങ്ങനെയുള്ളവർ ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, അപ്പത്തിനൊക്കെ ചട്നി ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ലൂസായിട്ട് കിടക്കണം, നല്ല പോലെ ചാറ് വേണം. അതുകൊണ്ട് ഞാനിത് കുറച്ച് ലൂസായിട്ട് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം, ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. എന്നിട്ടിത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം ഉപ്പ് തീരെ കുറവായിരുന്നേ. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ്. എന്നിട്ടിത് നല്ല പോലെ തിളച്ച് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും ഈ തേങ്ങയുടെ പച്ച ടേസ്റ്റും കൂടെ അങ്ങ് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചട്നി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല രുചിയാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.